മുജാഹിദ് പ്രസ്ഥാനം മുജാഹിദുകൾ എന്ന പേരിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതേ ലേബലുമായി കൊണ്ട് ചില ആളുകൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവരും മുജാഹിദുകളാണ്, പേരിൽ മുജാഹിദുകളില്ല, രജിസ്ട്രേഷനിൽ മുജാഹിദുകളില്ല. പക്ഷേ മുജാഹിദ് എന്ന പേര് ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് അവർക്ക് നിലനിൽപ്പുണ്ടാകുകയുള്ളൂ. ഏതൊരു പ്രൊഡക്റ്റ്, ഒറിജിനൽ പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോഴും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുമല്ലോ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും. ആ ഡ്യൂപ്ലിക്കേറ്റ് പ്രസ്ഥാനവുമായി ഒരു വിഭാഗം ആളുകൾ ഊരു ചുറ്റുന്നു. അവർ പറയുന്നത് എന്താ? പ്രതിസന്ധി ഘട്ടത്തിൽ ജിന്നുകൾക്കും സഹായിക്കാൻ കഴിയും, ജിന്നുകൾക്കും സഹായിക്കാൻ കഴിയും. 2012 മുതൽ തുടങ്ങിയ ഒരു വാദം. അതിനു മുമ്പ് അതിന്റെ വിത്ത് പാകിയ ആളുകളുണ്ട്, അത് നനച്ച് വളർത്തിയെടുക്കാൻ പരിശ്രമിച്ച ആളുകളുണ്ട്. പക്ഷേ 2012 മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ ആ ഒരു വാദത്തിന് മറ പിടിച്ചുകൊണ്ട് എന്തെല്ലാം അപകടകരമായ വിശ്വാസം ഈ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാക്കി. ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ സഹായിക്കുന്നതാണ് എന്ന് ഇവിടെ പരസ്യമായി പ്രസംഗിച്ചു. മനുഷ്യരിൽ നിന്ന് പല കാര്യങ്ങളും ജിന്നുകൾ കട്ടുകേട്ട് അത് മറ്റ് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതും പറഞ്ഞു. ഹയ്യും ഹാദിറും ഖാദിറും മുസ്ലിമുമായ ജിന്നുകളോട് അവയുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾക്ക് സഹായം തേടാം. അതും ഇവിടെ പറഞ്ഞു. ജിന്നുകൾ മനുഷ്യനെ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തും. അതും ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. യൂട്യൂബ് പരിശോധിച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഒരു വിഭാഗം ആളുകളെ ആക്ഷേപിക്കുന്നതിന്റെ പേര്, അവരുടെ പേരിൽ കള്ളമുണ്ടാക്കി പറയുകയല്ല മുജാഹിദുകൾ ചെയ്യുന്നത്. അവർ വീണ്ടും പറഞ്ഞ കാര്യങ്ങളാണ്. ജിന്നുകൾ സുബഹി നമസ്കാരത്തിന് ആളുകളെ വിളിച്ചെണീപ്പിക്കും. അലാറം വെക്കേണ്ട ആവശ്യമില്ല. സുബൈക്ക് പള്ളി കിടന്നുറങ്ങുമ്പോ പറഞ്ഞാൽ മതി, പ്രിയപ്പെട്ട ജിന്നെ വാങ്കൊടുക്കുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണോട്ടോ, അല്ലെങ്കിൽ വാങ്കൊടുക്കണതിന്റെ 15 മിനിറ്റ് മുമ്പ് എന്നെ വിളിക്കണോട്ടോ എന്ന് പറഞ്ഞാൽ ജിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കും. ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ രോഗമുണ്ടാക്കും. ജിന്നുകൾ മനുഷ്യ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. എത്ര അപകടമുള്ള കാര്യമാണെന്നറിയത്. ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരാൾ മനസ്സിലാക്കണം. ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഒരാൾ, ഒരു ഭാര്യയും ഭർത്താവും, ഭാര്യ ഭർത്താവിനാൽ അല്ലാതെ ഗർഭിണിയായി എങ്കിൽ ഭാര്യ പറയാണ് ജിന്ന് വന്നിട്ട് ഗർഭിണിയാക്കിയതാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ജിന്നുകൾ മനുഷ്യ സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ഗർഭമുണ്ടാക്കുകയും ചെയ്യും എന്ന് പ്രസംഗിച്ച ആളുകൾ അവരിപ്പോഴും ആ വിശ്വാസത്തിലാണ്. ഞങ്ങൾക്ക് ആ വിശ്വാസം ഇല്ല. ഇടക്കിടക്കൊക്കെ പറയും പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ. അതായത് മുസ്ലിം സ്ത്രീയുടെ ശരീരത്തിൽ ജിന്ന് കയറും, അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും, അതിലൂടെ അവൾ ഗർഭിണിയാകും. ജിന്നുകൾ എല്ലാ മനുഷ്യ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിവുള്ളവരാണ് എന്നും അവസ്ഥയിലുള്ള ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാനും ഗർഭം അരസിപ്പിക്കാനും അവർക്ക് കഴിയും. പിന്നെ ഒരു മുസ്ലിയാര്, ഇവരുടെ കൂട്ടത്തിൽ പണ്ഡിത സഭയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മുസ്ലിയാര് പറഞ്ഞതാണ്, ജിന്നുകൾ കല്യാണം മുടക്കും. നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ബോർഡ് വെച്ചിട്ടുണ്ടാവും, ഇവിടെ കല്യാണം മുടക്കികളായ ചില ആളുകളുണ്ട്, അവരെ സൂക്ഷിക്കുക, അവരെ എങ്ങാനും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ കൈകാര്യം ചെയ്യുമെന്നുള്ളത്. അപ്പൊ ഇനിയിപ്പോ ചില പള്ളികളുടെയൊക്കെ മുമ്പിലൊക്കെ കാണാം, കല്യാണം മുടക്കികളായ ജിന്നുകളെങ്ങാനും ഈ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ പ്രസിദ്ധീകരിക്കുന്നതാണ് ഞങ്ങൾ എന്നൊക്കെ അവിടെ കാണാം. ജിന്നുകൾ കല്യാണം മുടക്കും. തേങ്ങ വലിച്ചിടുമ്പോൾ ജിന്നിന്റെ മേൽ വീഴാൻ സാധ്യതയുണ്ട്, അപ്പൊ അവ ഉപദ്രവിക്കും. ചൂടുവെള്ളം പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ ജിന്നിന്റെ ശരീരത്തിൽ വീണാൽ ജിന്ന് ഉപദ്രവിക്കും. മേശയുടെ വലിപ്പോ റൂമിന്റെ ഡോറ് അടയ്ക്കുകയോ തുറക്കുകയോ ചെയ്യുന്ന സമയത്ത് അതിനിടയിൽ ജിന്നുകൾ അകപ്പെടാൻ സാധ്യതയുണ്ട്, അപ്പോഴും അവ ഉപദ്രവിക്കും. ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ അടിച്ചും ചവിട്ടിയും തുപ്പിയും അവരെ പുറത്തിറക്കണം. ബെഡ്റൂമുകളിൽ ജിന്ന് പാർക്കുകയും റൂമുകളിൽ കിടന്നുറങ്ങുന്ന ആളെ ഉപദ്രവിക്കുകയും ചെയ്തേക്കാം. റൂമിന്റെ അടിയിൽ ഒരാളുണ്ടെന്ന് കൂട്ടിക്കോ, അത് ജിന്നാണെന്ന് പറയാണ്. ഭാര്യ പറയാണത് ജിന്നാണ്, നിങ്ങൾ ഉപദ്രവിക്കണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞ വാതിൽ തുറന്നിട്ടാൽ മുപ്പേണ്ട് പൊയ്ക്കോളും. ബാത്റൂമുകളിൽ ജിന്നുകൾ കാത്തിരിക്കും. ഒരാൾക്ക് സ്വസ്ഥമായിട്ട് മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റും, ഒരു ജിന്നകത്തുണ്ടെന്ന്. ഇതിന്റെ അകത്തൊക്കെ ജിന്നാണ്. ഒരു നിർഭയത്വം കൊടുത്തൊരു പ്രസ്ഥാനമാണിത്, നിർഭയത്വം കൊടുത്തൊരു പ്രസ്ഥാനം. ശുദ്ധമായ തൗഹീദിലൂടെ നിർഭയത്വത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഈ സമുദായത്തെ കൈപിടിച്ചു കൊണ്ടുവന്ന ഈ പ്രസ്ഥാനത്തിന്റെ അകത്ത് നിന്ന് ഈ ഒരു വിശ്വാസത്തിന്റെ ആളുകൾ ഉണ്ടായി എന്ന് പറയുമ്പോ, ബൈക്കിൽ യാത്ര ചെയ്യുമ്പോ സഹയാത്രികനായി ജിന്നുണ്ടാകും പോലും, എന്നിട്ട് അവർക്ക് ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങിപ്പോകും.
കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനിയുണ്ട് അത്രയും പറയാൻ. സമയത്തിന്റെ പ്രയാസമുള്ളത് കൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. ഈ ഒരു വിശ്വാസം ഈ സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടാക്കി. ജിന്നുകൾ സഹായിക്കുമെന്ന ആ ചെറിയൊരു വർത്തമാനത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. ഇതെല്ലാം കേരളത്തിന്റെ മണ്ണിൽ സംസാരിച്ചതാണ്.